നമസ്കാരം. നിലപാടിലേക്ക് സ്വാഗതം. നിലപാടിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയകുമാറാണ്. എന്തുകൊണ്ടാണ് ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ നിലപാടിലേക്ക് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കാനായി നമ്മൾ ക്ഷണിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒപ്പം ചേരുന്നതെന്ന് ചോദിച്ചാൽ, മൂന്നാർ ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ച ഒരു ടൂറിസം കേന്ദ്രമാണ്. അതോടൊപ്പം തന്നെ സങ്കീർണമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന ആളുകളെ സ്വീകരിക്കേണ്ട ഒരു ഇടം എന്ന നിലയിലും, മാത്രമല്ല കേരളത്തിലെ ഏറ്റവും വരുമാനമുള്ള പഞ്ചായത്തുകളിലൊന്ന് എന്ന് കൂടി വിശേഷിപ്പിക്കാവുന്ന ഒരു ഗ്രാമപഞ്ചായത്ത്. ആ ഗ്രാമപഞ്ചായത്തിൻ്റെ നല്ല ഭരണം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്ന ആളുകളാകുന്നുള്ളൂ. എന്താണ് ഈ മൂന്നാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, അതിൻ്റെ മാസ്റ്റർ പ്ലാൻ എന്ന് ഒക്കെ ചോദിച്ചറിയുകയാണ് ഈ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്. നമസ്കാരം വിജയകുമാർ. ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പ്രസിഡൻ്റായി അവരോധിക്കപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ മൂന്നാറിനെ സംബന്ധിച്ച് ഒട്ടേറെ വിശേഷണങ്ങളുണ്ട്, ഒട്ടേറെ കാര്യങ്ങളുണ്ട്. മൂന്നാർ പല വിശേഷണങ്ങളിലൂടെ അറിയപ്പെടുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്ത് ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടും വലിയ ഒരു ഉത്തരവാദിത്വം കേരള സമൂഹത്തോടും ലോകത്തോടും കാണിക്കാനുണ്ട്. നമ്മൾ പറയുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, ആ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിനോടൊന്നും മാത്രം പറയാം. പക്ഷേ മൂന്നാറിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ലോകത്തോട് തന്നെ ഒരു കാഴ്ചപ്പാട് സ്വീകരിക്കേണ്ട ഒരു ഗ്രാമപഞ്ചായത്താണ്. അതിൻ്റെ ഭരണം എങ്ങനെയായിരിക്കും, അത് മൂന്നാറിനെ കണ്ടറിയുന്നത് അങ്ങനെയായിരിക്കും. എന്താണ് അങ്ങയുടെ ഒരു മാസ്റ്റർ പ്ലാൻ? ഏതായാലും ആദ്യമേ തന്നെ പറയുകയാണ്, മൂന്നാർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി എന്നെ തിരഞ്ഞെടുത്ത ഈ നാട്ടിലെ മുഴുവൻ വോട്ടർമാർക്കും, അതോടൊപ്പം തന്നെ എന്നിൽ അർപ്പിച്ച എൻ്റെ പാർട്ടി എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് ഒരിക്കലും കളങ്കം തട്ടാതെ നിലയിൽ പ്രവർത്തിച്ച് പോകണമെന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ അജണ്ട. രണ്ടാമത്, ഞാൻ ഈ നാട്ടിൽ ജനിച്ച് ഈ നാട്ടിൽ വളർന്ന് ഈ നാട്ടിൽ തന്നെ എൻ്റെ പ്രവർത്തന മേഖലയായി കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായും മൂന്നാറിൽ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. ഒരു പ്രാദേശിക ഭരണകൂടം, തങ്കച്ചി സാറിനൊക്കെ അറിയാം, ഒരു പ്രാദേശിക ഭരണകൂടത്തിനുള്ള അധികാരങ്ങളും അവകാശങ്ങളും പഞ്ചായത്ത് രാജിലൂടെ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ മനസ്സിലുണ്ട്. അതെല്ലാം നിയമത്തിൽ നിന്നുകൊണ്ട് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ താല്പര്യവും. ആദ്യം ഉദ്യോഗസ്ഥന്മാരെ മുഖവിലക്കെടുക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കേട്ടറിയുകയും അവരുടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകണമെന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചുവടുവയ്പ് എന്നുള്ള ഒരു ഉദ്ദേശം. മൂന്നാറിനെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് മൂന്നാർ ഒരു വലിയ ഏരിയ, പ്രത്യേകിച്ച് കണ്ണന്തേവൻ ടീ പ്ലാന്റേഷനായിട്ട് ബന്ധപ്പെട്ട് ഈ തേയില കാണാനും ഈ പച്ചപ്പ് ആസ്വദിക്കാനാണ്, കെട്ടിടങ്ങൾ കാണാനല്ല വരുന്നത്. യഥാർത്ഥത്തിൽ ഈ വിനോദസഞ്ചാരികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രവണത മൂന്നാറിലുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ക്ലൈമറ്റൊക്കെ നിലനിർത്തുന്ന ഈ കണ്ണന്തേവൻ തേയിലത്തോട്ടങ്ങളും ഈ പച്ചപ്പുമാണല്ലോ. അപ്പോൾ കോടതി തന്നെ പലപ്പോഴും ഗ്രീൻ മൂന്നാർ അല്ലെങ്കിൽ കോൺക്രീറ്റ് മൂന്നാറായി എന്ന രീതിയിൽ കോടതി വരെ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എങ്ങനെ മൂന്നാറിൻ്റെ പരിസ്ഥിതിയെയും സംരക്ഷിക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ക്ലൈമറ്റും ഇതെല്ലാം സംരക്ഷിക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ ഇവിടെ വികസനവും വേണം, വിനോദസഞ്ചാരികൾക്ക് വരുന്ന അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വേണം. അതെങ്ങനെ നടപ്പാക്കും? നമ്മളെ സംബന്ധിച്ച് ഇപ്പം തങ്കച്ചി സാർ പറഞ്ഞ പോലെ തന്നെ കണ്ണന്തേവൻ കമ്പനി, ഈ കമ്പനിക്ക് ഏറെ പ്രാധാന്യ പങ്കുണ്ട് ഈ മൂന്നാറിനെ ഇത്രയും സൗന്ദര്യമായിട്ട്. തേയില വ്യവസായം ഏത് പ്രതിസന്ധിയിൽ കടന്നാൽ പോലും ഇവിടുത്തെ തൊഴിലാളികൾക്കും അതോടൊപ്പം തന്നെ ഈ ടീ പ്ലാന്റേഷൻ ഇത്രയും നിലനിർത്തുന്നതിൽ കണ്ണന്തേവൻ കമ്പനിക്ക് വലിയ പങ്കുണ്ട്. അത് നമ്മൾ ഒരിക്കലും മറന്നുകൂടാ. അവരെയും കൂടെ മുഖവിലക്കെടുക്കാതെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഞാൻ മുൻകാല അനുഭവങ്ങൾ വെച്ച് പറയാം. പല ആളുകളും പല ജനപ്രതികളൊക്കെ മനസ്സിലോ അല്ലെങ്കിൽ കൊണ്ടോ കമ്പനി എതിർത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം, അല്ലെങ്കിൽ കമ്പനിയാണ് ഇതിനൊരു തടസ്സം നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആളെ അല്ല ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുമായിട്ട് ചർച്ച ചെയ്യുക, ആദ്യമേ ഒരു പ്രോജക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ അത് അവർക്കും കൂടെ സ്വീകാര്യമായിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് നിയമപ്രശ്നങ്ങളുണ്ടാകും കാര്യം, അല്ലെങ്കിൽ ഈ ഓരോ നിയമപ്രശ്നങ്ങളുണ്ടായി കോടതിയിൽ കയറി ഇറങ്ങാൻ സമയമുണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് 5 വർഷത്തേക്കാണ് ഈ ഒരു അവസരം കിട്ടുന്നത്. ഈ 5 വർഷക്കാലം 5 വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷം വേണ്ട. അതായത് ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നന്നായി ചിന്തിക്കുകയും നല്ല ഗഹനത്തോടു കൂടി വർക്കൗട്ട് ചെയ്യുകയും ചെയ്യുന്നതാണെങ്കിൽ 1 വർഷം മതി. നമുക്ക് ആ ഗ്രാമപഞ്ചായത്തിന്റെ കാര്യങ്ങൾ. ഒന്ന്, സർക്കാരിന്റെ
ഫണ്ടിന്റെ ലഭ്യത, സർക്കാരിന്റെ വിഹിതം, അതോടൊപ്പം തന്നെ ഇതിന്റെ ഇടയിൽ നമുക്ക് ഓരോരോ ആവശ്യങ്ങളെക്കുറിച്ച് ഇല്ലാത്ത നൂലാമാലകളിൽ പെട്ട് കോടതി കയറി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയങ്ങൾ, വിലപ്പെട്ട സമയങ്ങൾ പാഴാകും. അതിലുപരി സമയത്തിന്റെ പാത തുറക്കുക. അതിലുപരി ഈ നാട്ടില് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കലണ്ടർ ഇട്ടുകൊണ്ട് ഞാനിപ്പം ഉദ്ദേശിക്കുന്നത് ഷോർട്ട് ടൈമിൽ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഷോർട്ട് ടൈം, മിഡ് ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു കൊല്ലം 1.5 കൊല്ലത്തിനുള്ളിൽ, ഒരു ലോങ് ടൈം പദ്ധതികൾ നമുക്ക് 3 കൊല്ലം 4 കൊല്ലത്തിൽ, അങ്ങനെ കലണ്ടർ ഇട്ടുകൊണ്ട് ഈ നാട്ടിലെ ബഹുജന സംഘടനകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ വിവിധ സംഘടനകൾ എല്ലാവരെയും കോർത്തിണക്കിയിട്ടുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന, മൂന്നാറിനെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഉദ്ദേശം അവരെ കൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് അതിനകത്ത് ലീഗൽ ഒപ്പീനിയൻ പറയാനുള്ള നിയമ വിദഗ്ധർ, അതുപോലെ തന്നെ സാങ്കേതിക വിദഗ്ധർ, ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ കഴിയുമോ, അതുപോലെ തന്നെ മുൻ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാർ, ഈ ത്രിതല പഞ്ചായത്തുകളിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാർ, ഇത്രയും ആളുകളെ കൂടി ഒരു കമ്മിറ്റി കൂടിക്കൊണ്ട് മാസത്തിൽ 2 തവണയെങ്കിലും ഒരു യോഗം ചേർന്നുകൊണ്ട് അവർ പറയുന്ന പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ, ചെറുതും വലുതുമായിട്ടുള്ള പ്രോജക്റ്റുകൾ, ഇപ്പോൾ ഒരു പഞ്ചായത്തിന് മാത്രം കഴിയുന്നതല്ലോ, ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുണ്ട്, അതുപോലെ തന്നെ സർക്കാരുണ്ട്, MLA ഉണ്ട്, MP ഉണ്ട്, ഇങ്ങനത്തെ നേതാക്കന്മാരെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു നല്ല മൂന്നാറിലേക്ക് ചൂടുവയ്ക്കാമെന്നാണ് ഞാൻ. മൂന്നാർ ഒരു ടൂറിസം മേഖലയാണ്, അതോടൊപ്പം തന്നെ ഒരു വലിയ തൊഴിലാളി സമൂഹം ജീവിക്കുന്ന ഒരു മേഖലയാണ്. പിന്നെ ഭാഷ ന്യൂനപക്ഷങ്ങളുടെ ഒരു കേന്ദ്രമാണ്, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ വൈവിധ്യങ്ങളുടെ ഏറെയാണ് മൂന്നാർ. അപ്പോൾ ഈ വൈവിധ്യങ്ങളേറെയുള്ള മൂന്നാറിന് ഇപ്പോൾ അങ്ങ് ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരാൾ അങ്ങ് മനസ്സിലാക്കുന്നത് ഈ മൂന്നാറിന് എന്തൊക്കെ പോരായ്മകളാണ്? വാസ്തവത്തിൽ മൂന്നാറിന് എൻ്റെ വ്യക്തിപരമായിട്ട് കാഴ്ചപ്പാട് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. ഒരുപാട് ഒരു നാട് വികസനത്തിൽ എത്തിക്കണം, ഈ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ കഴിയുള്ളൂ. ഇപ്പോഴും വിദ്യാഭ്യാസ രംഗത്ത് ഏറെ ഇടുക്കി ജില്ലയെ പോലുള്ള മേഖലയിൽ, എന്നാൽ മൂന്നാർ മേഖല ഇപ്പോഴും വളരെ പിന്നോക്കം നിൽക്കും. ആ പ്രാരംഭ വിദ്യാലയങ്ങൾക്കുള്ള ഊന്നൽ നൽകിക്കൊണ്ടുള്ള പദ്ധതികളാണ് പഞ്ചായത്തിന് ആവിഷ്കരിക്കാൻ കഴിയുള്ളൂ. അതോടൊപ്പം തന്നെ ഒരു കൂട്ടായ്മയില്ല, തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ രാഷ്ട്രീയ കാഴ്ചപ്പാട്, അതല്ലെങ്കിൽ നിയമപ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംഘടനകൾ, വിവിധ സംഘടനകൾ കോടതിയെ സമീപിക്കുക, എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ അതിൽ എങ്ങനെ തടസ്സമുണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. നമുക്ക് മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നിങ്ങൾക്കും അറിയാം, 4-5 സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ് ഈ ടൗൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഈ പാർക്ക് ഉൾപ്പെടെയുള്ള 5 കിലോമീറ്റർ ഏരിയ, 4 കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്റർ ആണ്. ബാക്കി മുഴുവൻ തോട്ടം മേഖല, അവിടെ ഒരു പ്രശ്നങ്ങളും സൃഷ്ടിക്കപ്പെടുന്നില്ല. മൂന്നാറിൽ കമ്പനി കുറേ സ്ഥലങ്ങൾ വിട്ടു തന്നിട്ടുണ്ട് നമുക്ക്. ആ വിട്ടു തന്ന സ്ഥലങ്ങൾ നമ്മൾ ചൊവ്വേ നേരം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടി പഠിക്കണം. ബസ് സ്റ്റാൻഡ്, പഴയ മൂന്നാറിലുള്ള ബസ് സ്റ്റാൻഡ്, അതുപോലെ തന്നെ പാർക്കിംഗ് ഗ്രൗണ്ട്, ടൗണിലുള്ള ബസ് സ്റ്റാൻഡ്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ കമ്പനി വിട്ടു തന്നിട്ടുണ്ട്. അല്ല, അതോടൊപ്പം തന്നെ ഒരു കാര്യം സൂചിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊക്കെ ഒരു വലിയ അഭിമാനത്തോടുകൂടി നമ്മൾ കണ്ടിരുന്നതാണ് നമ്മുടെ ഇവിടെ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം. അതൊക്കെ നമ്മളിപ്പോൾ അത് ഒരു ശ്മശാന ഭൂമി പോലെ കിടക്കുമ്പോൾ നമുക്കൊക്കെ ഒരു നാണക്കേടാണ്. എത്രമാത്രം തുക ചെലവഴിച്ചിട്ടും ഇത്രമാത്രം സർക്കാർ ഫണ്ട് ചെലവഴിച്ചു എന്നാണ് പറഞ്ഞത്. നിയമപരമായിട്ട് അത് സ്റ്റേഡിയം യുവജന ക്ഷേമ വകുപ്പിന്റെ കീഴിലാണ്, സ്പോർട്സ് വകുപ്പിന്റെ കീഴിൽ, സർക്കാരിന്റെ അണ്ടറിലാണ്. പക്ഷേ ഈ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ ഈ മൂന്നാറിലേക്ക് കയറി വരുമ്പോൾ ആദ്യം കാണുന്ന ഒരു സ്ഥലമാണ്. അവിടെ അഴുക്ക് കൊണ്ടുവന്നിടുന്നതും അല്ലെങ്കിൽ ഈ വേസ്റ്റ് മാലിന്യം കൊണ്ടുവന്നിടുന്നതുമായിട്ട് ഒരു സ്ഥലമായി കാണുന്നത് തന്നെ നമ്മുടെ ഒരു കൾച്ചർ. പ്രത്യേകിച്ച് ഇവിടെ ഞാൻ ആദ്യമേ തന്നെ നമ്മൾ അഭിമുഖം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞു, അതായത് ഇത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന ആളുകൾ വരുന്നൊരു സ്ഥലം. അവിടെ നമ്മുടെ സംസ്കാരം, കേരളത്തിൻ്റെ സംസ്കാരം, ഇന്ത്യയുടെ സംസ്കാരം ഇതാണോ എന്ന് ചിന്തിക്കുന്ന ഒരു കാഴ്ച അവിടെ നമുക്ക് തുറന്നു കൊടുക്കാൻ കഴിയണ്ടേ? ത്രിതല പഞ്ചായത്തുകൾക്ക് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളുണ്ട്, ഇപ്പോൾ പഞ്ചായത്തിന് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളുണ്ട്. അതല്ലാതെ നമുക്ക് ഫണ്ട് യൂട്ടിലൈസേഷനോ അല്ലെങ്കിൽ ഫണ്ട് ചെലവഴിക്കാനോ അവിടേക്ക് കഴിയുകയില്ല, നിയമപരമായിട്ട് കഴിയുകയില്ല. പക്ഷേ സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിൽ, കയ്യാട്ടൂർ സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാം, പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്ത് സർക്കാരിനെ അറിയിക്കാവുന്നുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് ചെയ്യാവുന്ന കാര്യം. ലഭ്യമായ സ്ഥലങ്ങൾ എങ്ങനെ നമുക്ക് ഇപ്പോൾ ഒരു പരിമിതമായ സ്ഥലത്ത് നിൽക്കുന്ന അവിടെ നമ്മൾ എങ്ങനെ അത് ആധുനികവൽക്കരിച്ച് എങ്ങനെ ക്രിയാത്മകമായി ഇടപെടുക എന്നുള്ളതാണ് ഒരു ഭരണകൂടത്തിൻ്റെത്. നമുക്ക് കിട്ടുന്ന സ്ഥലങ്ങളെല്ലാം നമ്മളത് വേണ്ട രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടോ?
ഒരു ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. എന്നാൽ പോലും ഞാനിപ്പം നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ പഞ്ചായത്തിന് കമ്പനി വിട്ടു തന്ന ബസ് സ്റ്റാൻഡ്, ഇപ്പോൾ പ്രവർത്തിക്കുന്ന ബസ് സ്റ്റാൻഡ്, അത് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം ആദ്യം തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് അതിൻ്റെ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് ഒരു സോയിൽ ടെസ്റ്റ്, അതുപോലെ തന്നെ DPR ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു നല്ല ലെവലിലുള്ള ബസ് സ്റ്റാൻഡാണ് ആഗ്രഹിക്കുന്നത്. 2-3 നില ഒരു പാർക്കിംഗ്, അടിയിൽ പാർക്കിംഗ് സംവിധാനം, അതോടൊപ്പം തന്നെ മുകളിൽ ഓട്ടോ സ്റ്റാൻഡ്, അതിന് മുകളിൽ ബസ് സ്റ്റാൻഡ്. അത് സോയിൽ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള സ്ഥലത്ത്, അതുപോലെ തന്നെ പഴയ മൂന്നാർ പാർക്കിങ്ങുകളുണ്ട്. എന്തുകൊണ്ട് നമ്മൾ മൾട്ടി ലെവൽ പാർക്കിങ്ങിനെ കുറിച്ച് ചിന്തിച്ചുകൂടാ? ഉള്ള സ്ഥലത്ത് പാർക്കിംഗ്, മൾട്ടി ലെവൽ പാർക്കിംഗ്, ഒരു 100 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം. ഒരു ഏജൻസി, സ്വകാര്യ മേഖലയിൽ വരുന്ന ഏജൻസികൾ ആര് വന്നാലും 2 കൈ നീട്ടി പഞ്ചായത്തിൽ അവർക്ക് ചെയ്യാവുന്ന സൗകര്യങ്ങൾ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യട്ടെ. അവിടെ നിന്ന് ജനങ്ങളെ, വരുന്ന വിനോദസഞ്ചാരികൾ അടക്കമുള്ള ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ട് ടൗണിലേക്ക് അവർക്ക് കൊണ്ടുവിടാൻ ഒരു വാഹന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക. EV ടാക്സിയോ എന്താ സംവിധാനം. ആ വണ്ടിയിൽ കയറി അവർ അവിടെ ചെല്ലുന്നു, ടൗണിൽ അവർ ചുറ്റിക്കിറങ്ങുന്നു, അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നു, വീണ്ടും ആ വാഹനത്തിൽ തന്നെ കയറി ഇവിടെ വന്ന് അവരുടെ വാഹനം എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഗതാഗതക്കുരുക്ക് മാറ്റാം. അതോടൊപ്പം തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, വരുന്ന അതിഥികളെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. എന്തുകൊണ്ട് കഴിഞ്ഞ 5 വർഷം ഞാനൊരു ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. എൻ്റെ സ്ഥാപനത്തിന് കഴിഞ്ഞ 5 വർഷത്തെ ടേൺ ഓവർ എടുത്ത് നോക്കിയാൽ കാലക്രമേണ കുറഞ്ഞു വരിക. മൂന്നാറിൽ വരുന്ന അതിഥികളുടെ എണ്ണം കാലക്രമേണ കുറഞ്ഞു വരിക. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ അവർക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ കൊടുക്കുന്നില്ല. അതുകൊണ്ട് അവർ മറ്റു സ്ഥലങ്ങളെ തേടി പോകുന്ന അവസ്ഥ. അപ്പോൾ യഥാർത്ഥത്തിൽ മൂന്നാറിലേക്ക് അവരെ അട്രാക്ട് ചെയ്യാനുള്ള പദ്ധതികൾ, കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനൊരു തോട്ടം തൊഴിലാളിയായിട്ട് ഇരുന്ന് വന്ന ആളാണ്. തോട്ടം തൊഴിലാളിയുടെ ജോലി കഴിഞ്ഞാൽ പിന്നീട് ഇവിടുത്തെ ആളുകൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർക്ക് ജീവിക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ടൂറിസമാണ്. കാര്യം ഒരു കൃഷിത്തോട്ടം പറ്റത്തില്ല. ഇന്ന് ആനയും വന്യമൃഗങ്ങളുടെ ആക്രമണമൊക്കെ പോകും. പശു വളർത്തൽ പറ്റില്ല. കടുവയുടെ ആക്രമണത്തിലൂടെ ഉള്ള പശുക്കളെല്ലാം ചത്തുകൊണ്ടിരിക്കും. പിന്നെ പോയിട്ട് ആകെയുള്ള ഒരു ജോലി സാധ്യത എന്ന് പറയുന്നത് ടൂറിസം മേഖല. ടൂറിസം മേഖല എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും വേണം. ആ തിരിച്ചറിവിലൂടെ മാത്രമേ ഈ വരുന്ന അതിഥികളെ, ടൂറിസ്റ്റുകളെ, വിനോദസഞ്ചാരികളെ ഒരു അതിഥിയായി കാണണം. അതിഥിയായി കണ്ടുകൊണ്ട് അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് വരുന്നവർക്ക് ഒരു വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം, ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം, അവർക്ക് സ്വാതന്ത്ര്യമായി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഒരു നല്ല വെളിച്ചം വേണം, ഒരു നല്ല സ്ട്രീറ്റ് ലൈറ്റ്. ഇതൊക്കെയാണ് ഒരു പഞ്ചായത്തിന് ചെയ്തു കൊടുക്കാൻ കഴിയുന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇവിടെ വരുന്നവരെ ഓടിക്കുക, അല്ലെങ്കിൽ വരുന്നവർ ആൾ കുറഞ്ഞു പോയ ഒരു കാലത്ത് നാമമാത്രമായി വീണ്ടും നമ്മളൊരു വനമായി മാറിത്തീരും. അല്ല ഒരു വിഷയം, ഇപ്പോൾ നമ്മുടെ സമീപകാലത്തെ തമിഴ്നാട്ടിലൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ഇപ്പോൾ ബാംഗ്ലൂർ, അതോടൊപ്പം തന്നെ കൊടൈക്കനാൽ, ഒരു കാലത്ത് മൂന്നാറിനേക്കാളും പ്രസിദ്ധമായ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. ആ സ്ഥലങ്ങളിലൊക്കെ ടൂറിസം അതിൻ്റെ പീക്ക് ലെവലിൽ എത്തിയതിനു ശേഷം അടിപതറി താഴേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. അതായത് അവിടെ ഇപ്പോൾ ടൂറിസം കേന്ദ്രമല്ലാതായി മാറുന്നു, ഒരു മനുഷ്യർ അങ്ങോട്ട് പോകുന്നില്ലാത്തവരാണ്. മൂന്നാറിന് അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ, ഇപ്പോൾ മൂന്നാറിൽ അടുത്തിടെയൊക്കെ നടത്തുന്ന ഒരു നമുക്ക് ആർക്കും കേട്ടുകഴിവില്ലാത്ത രീതിയിലുള്ള, ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ചില സംഭവങ്ങളുണ്ടാകും. കാരണം 1-2 സംഭവങ്ങളാണ്. പക്ഷേ അത് മാധ്യമങ്ങളിലൂടെ പ്രചരണം വന്നു കഴിയുമ്പോഴത്തേക്കും മൂന്നാറിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകൾക്കൊന്നും സുരക്ഷിതമില്ല എന്നുള്ളൊരു തോന്നൽ മൊത്തത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ലോകത്തിന്റെ കാഴ്ചപ്പാടില്ല, പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങളടക്കം അത് വാർത്തയാക്കുന്നു. ചെറിയൊരു സംഭവമാണെന്ന് നമ്മൾ കരുതുന്നു, നമുക്ക് ചെറിയ സംഭവമാണ്. പക്ഷേ ഒരു വിദേശി അത് വായിക്കുമ്പോഴുണ്ടാകുന്ന അവൻ്റെ ആത്മസംഘർഷം, അല്ലെങ്കിൽ അവൻ്റെ ബന്ധു ഒരാൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്, എൻ്റെ മക്കൾക്ക് എന്താവും, എൻ്റെ സഹോദരൻ എന്താവും എന്നുള്ളൊരു ചിന്ത വരും. അപ്പോൾ ഇവിടം സുരക്ഷിതമാണെന്ന് കാണിക്കാൻ എന്താണ് മാർഗം? അതിന് ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ ഒരു ഒത്തൊരുമ വേണ്ടേ? അതിന് എങ്ങനെ ഒരു റെസ്പോൺസിബിൾ ടൂറിസം എങ്ങനെ നടപ്പാക്കാൻ കഴിയും? ഇതിനകത്ത് 2 കാര്യങ്ങളാണ്. ഒന്ന്, മൂന്നാറിൽ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ഊതി വീർപ്പിച്ച് ചെറിയ സംഭവങ്ങളെ പോലും മൂന്നാറിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില ശക്തികൾ ഇത് വലുതാക്കി
പുറലോകത്തെ അല്ല മൂന്നാറിന് അങ്ങനെ ഒരു ഓപ്പോസിറ്റ് അങ്ങനെ ഉണ്ട് 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 മറ്റ് മേഖലകളിൽ മറ്റ് മേഖലകള് ഉണ്ട് ഉണ്ട് അങ്ങനെ ഒരു അതായത് ഉണ്ട് ഉണ്ട് ഉണ്ട്. മൂന്നാറിന് നേരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. മൂന്നാറിനെ നശിപ്പിക്കണം, മൂന്നാറിലെ ടൂറിസത്തെ നശിപ്പിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾ, മറ്റു സ്ഥലങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ ഊതി വീർപ്പിച്ച് കാണിക്കുന്ന. പക്ഷേ എന്നാൽ ഇവിടെ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ഒന്ന് ഈ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അവർക്കൊരു പരിശീലനം നമ്മൾ പഞ്ചായത്ത് ഒരു പരിശീലനം കൊടുക്കുകയാണ്. അവിടുത്തെ ഇന്ന് എങ്ങനെ ഒരു അതിഥിയോട് പെരുമാറണം, അവരോട് ഇങ്ങനെ കയറക്കാൻ കഴിയുമോ, ആ നാട്ടിൽ വെളിയിലെ നാട്ടിലെ ആൾക്കാരുടെ അവരുടെ ഒരു സംസ്കാരം ഉണ്ടല്ലോ, ആ സംസ്കാരം എന്താണ്, നമ്മുടെ സംസ്കാരമൊക്കെ വിഭിന്നമാണ്. ഇവർക്ക് അതുമായി ബന്ധപ്പെട്ട ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു വിദ്യാഭ്യാസം ഈ ഗൈഡുകൾ, ഡ്രൈവർമാർ ഇവർക്കൊക്കെ കൊടുക്കാൻ ഗ്രാമപഞ്ചായത്തിന് കഴിയും. നമുക്കിപ്പോൾ ആലോചിക്കാവുന്ന കാര്യങ്ങളാണ്. അത് പരിശോധിച്ചുകൊണ്ട് നമ്മൾ ബന്ധപ്പെട്ടവരുമായിട്ട് അന്വേഷിച്ചുകൊണ്ട് അതൊരു നല്ല കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള ബോധവൽക്കരണത്തിലൂടെ മാത്രമേ നമുക്ക് ഈ നാട്ടിലെ ചെറുപ്പക്കാരായ യുവാക്കളെ, ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് വരുന്ന വിനോദസഞ്ചാരികൾ നമ്മുടെ അതിഥികളാണ്. നമ്മുടെ വീട്ടിലേക്ക്, ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ബന്ധത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾ വന്നാൽ ഞാൻ അവരോട് എങ്ങനെ പെരുമാറും? അവരോട് കസർത്തിയാണോ സംസാരിക്കുന്നത്? അല്ലല്ലോ. എന്ന നിലയിലേക്ക് അവരെ കണ്ടാൽ മാത്രമേ ഈ നാട്ടിൽ വികസനം, ടൂറിസത്തിലേക്ക് ഒരു സാധ്യത ഉണ്ടെന്നുള്ളത്. ഒന്ന്, ഈ അമിതമായ വില, ചൂഷണം. രണ്ട്, മായം കലർന്ന സാധനങ്ങൾ. അത് ഒന്നിന് പല സാധനങ്ങളിലും മായം കലർന്ന സാധനങ്ങൾ. ഇത് ഇവിടെ നിന്ന് വാങ്ങി അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന വലിയ ഗുരുതരമായ വിഷയമുണ്ട്. നമ്മുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യും. കാര്യം ഇന്ന് കച്ചവടം ചെയ്യുന്നവർക്ക് അവൻ അന്ന് ചിലപ്പോൾ ഒരു എമൗണ്ട് കിട്ടും. പക്ഷേ മൂന്നാറിനെ സംബന്ധിച്ച് മൂന്നാറിനെ ഡൗൺ ആക്കി കളയാണ്. മൂന്നാറിൽ നിന്ന് ഒരു സാധനം വാങ്ങാൻ കൊള്ളില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് പൊതുവെ ഒരു സമൂഹത്തിലേക്ക് ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മൂന്നാർ എന്ന് പറയുന്നത് ആകപ്പാടെ ഈ പറയുന്ന 4-5 സ്ക്വയർ കിലോമീറ്റർ ഉള്ളൂ. ഇവിടെ സൂക്ഷിച്ച് നടക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റു സ്ഥലങ്ങൾ നടക്കുന്നില്ലേ? പക്ഷെ പറയുമ്പോൾ എന്താണ്, മൂന്നാറിലാണ്. അപ്പൊ എന്തെടുത്താലും മൂന്നാർ, ഏതെടുത്താലും മൂന്നാർ എന്ന് പറയുന്ന നിലപാടിലേക്ക് യഥാർത്ഥ മൂന്നാർ ഇതാണ്. കാലാവസ്ഥ ഉള്ള മൂന്നാർ ഇതാണ്. നല്ല കാലാവസ്ഥ, പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളുള്ള, നാച്ചുറൽ സ്ഥലങ്ങളുള്ള. ഇപ്പൊ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ആർട്ടിഫിഷ്യലാണ് ഉണ്ടാക്കുന്ന. ഇവിടെ പ്രകൃതി നമ്മുടെ വരദാനമായി തന്നിട്ടുള്ള സൗന്ദര്യം. പ്രകൃതി ഒരിക്കൽ വരദാനം ആസ്വദിക്കാൻ എത്തുന്നവരെ കൊള്ളയടിക്കുന്നതാണ് മൂന്നാറിലെ എല്ലാ ടൂറിസം മേഖലയും. ഇപ്പൊ നമ്മളൊക്കെ തങ്കച്ചൻ സാറെ പോലെയുള്ളൊക്കെ ഒരുപാട് ടൂറിസം മേഖലയിൽ പോയിട്ടുള്ളൂ. ടൂറിസം മേഖലയിൽ എവിടെയാണ് ഈ യഥാർത്ഥത്തിൽ ന്യായമായിട്ടുള്ള, സത്യസന്ധമായിട്ടുള്ള കച്ചവടം നടക്കുന്നത്? എല്ലാ സ്ഥലങ്ങളിലും കബളിക്കപ്പെടുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ട് മൂന്നാർ ഉണ്ടാകാം. പക്ഷേ മൂന്നാറിൽ മാത്രമാണ് നടക്കുന്നത് പറഞ്ഞ്. മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് മൂന്നാർ. എല്ലാ മഴക്കാലത്തും പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം, എന്നെ ഇവിടുത്തെ സാധാരണ ആളുകളൊക്കെ കച്ചവടക്കാരും സാധാരണ തൊഴിലാളികളൊക്കെ പറഞ്ഞറിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പഴയ മൂന്നാറിൽ പണ്ടൊന്നും വെള്ളപ്പൊക്കം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ ഒരു കെട്ടിടം, ഒരു അനധികൃതമായി ഒരു കെട്ടിടം നിർമ്മിച്ചു. ആ കെട്ടിടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ ഈ 3 പുഴകൾ ചേരുന്നതാണല്ലോ മൂന്നാർ എന്ന് പറയുന്നത്. അതിൽ ഒരു പുഴ അടച്ചു കളഞ്ഞു. ആ വെള്ളം മഴക്കാലത്ത് വരുന്ന മൊത്തം ഇങ്ങോട്ട് വരുന്നു. ഞങ്ങൾക്ക് മഴക്കാലമായ കച്ചവടം നടത്താൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം പറയുന്നു. ഗ്രാമപഞ്ചായത്താണ് യഥാർത്ഥത്തിൽ തോട്, പുഴ ഇവിടെയൊക്കെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടത്. കാരണം പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് അത് വേണ്ടം വിധം നടപ്പാക്കിയിട്ടില്ല എന്നുള്ളൊരു ഗുരുതരമായ പരാതി നിലനിൽക്കുന്നുണ്ട്. എങ്ങനെ ഈ വിഷയത്തെ അങ്ങ് കാണുന്നു? ഒരു സങ്കീർണമായ വിഷയം തന്നെയാണ്. ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന, പഞ്ചായത്തിൽ നിയമത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന നടപടിയിലേക്ക് പോകാൻ തന്നെയാണ് പുതിയ ഭരണസമിതി തീരുമാനിക്കുന്നത്. എന്തായാലും ഇനിയുള്ള കാര്യത്തിൽ നമ്മൾ ആ ശ്രദ്ധ അതിനകത്തുണ്ടാകും. തീർച്ചയായിട്ടും ആ ശ്രദ്ധ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തുമെന്നാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ഈ കുസാറ്റിലെ ആളുകളൊക്കെ ഈ ദുരന്തമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ പല ഈ ശാസ്ത്രജ്ഞന്മാരോട്ടൊക്കെ സംസാരിക്കുന്നു. അപ്പം നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്, ഈ മഴക്കാലമാകുമ്പോൾ നമ്മുടെ സ്ഥലത്ത് എത്രമാത്രം മഴ പെയ്യുന്നു, ആ മഴ പെയ്യുന്നതിൻ്റെ ഒരു അളവ്, ആ അളവ് കണക്കാണെങ്കിൽ വലിയ ദുരന്തങ്ങളെ നമുക്ക് മാറ്റാം, അല്ലെങ്കിൽ അതിന് പ്രിക്കോഷൻസ് എടുക്കാമെന്നൊക്കെയാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അത് ആലോചിക്കാവുന്ന കാര്യങ്ങളാണ്. ഗ്രാമപഞ്ചായത്തുകൾക്ക് ഈ പുറമേ നിന്ന് എത്തിയൊരു ശാസ്ത്രജ്ഞൻ പരിശീലനം സിദ്ധിച്ച ശാസ്ത്രജ്ഞരുടെ സേവനത്തോടുകൂടി ഗ്രാമപഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും അത് പരിഗണിക്കാവുന്ന, പരിഗണനയിൽ വയ്ക്കാം. അതിന് തീർച്ചയായിട്ടും നടത്താം. മറ്റത് ഇപ്പോൾ അടുത്തൊരു വിഷയം നമുക്ക് സംസാരിക്കേണ്ടത് തൊഴിലാളികളേറെ ഉള്ളൊരു സ്ഥലം.
ഈ തൊഴിലാളികളുടെ പാർപ്പിട സൗകര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗ്രാമപഞ്ചായത്തുകളിൽ ഇപ്പോൾ അത് എത്രമാത്രം എങ്ങനെയാണ് ഇപ്പോൾ തന്നെ അതിന് ലൈഫ് പദ്ധതിയിലൂടെ കുറേ ധനസഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിവിടെ റവന്യൂ സ്ഥലമില്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത പഞ്ചായത്തുകളിലാണ് സ്ഥലം വാങ്ങി വീട് വയ്ക്കുന്ന പദ്ധതിയായിട്ട് മുമ്പോട്ട് പോകും. അത് സർക്കാരിൻ്റെ പദ്ധതിയുണ്ട്. പഞ്ചായത്തിൽ ലൈഫിന് വേണ്ടിയിട്ട് ഒരു മുടക്കം കൂടാതെ വീട് വയ്ക്കാനുള്ള ധനസഹായം കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ സംസാരിക്കാത്തത് വിഷയങ്ങൾ അങ്ങ് അനുഭവിച്ച വിഷയങ്ങളോ അങ്ങ് ഇവിടെ ജനിച്ചു വളർന്ന ഒരാളെന്ന നിലയിൽ ആരോഗ്യമേഖലയിൽ മാലിന്യ പ്രശ്നം അതാണ് പ്രശ്നം. മാലിന്യ പ്രശ്നത്തോട് ഒരു ഗുരുതരമായ വിഷയം വരുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ നദികൾ ഈ 3 നദികളെ സംരക്ഷിക്കേണ്ട കാര്യം നമ്മൾ അവിടെ നദികളുടെ കാര്യം തുടങ്ങിയെങ്കിലും അങ്ങോട്ടേക്ക് പോയില്ല. മാലിന്യ പ്രശ്നം അതെങ്ങനെ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുക? സാറേ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. മറ്റ് പഞ്ചായത്തുകൾക്ക് ഇല്ലാതെ ഒരു പ്രത്യേകത മൂന്നാറിലുണ്ട്. മൂന്നാർ എന്നൊരു ഹബ്ബാണ്. തൊട്ടടുത്ത പഞ്ചായത്തുകളെല്ലാം ദേവികുളം, മറയൂര്, കാന്തല്ലൂര്, വട്ടവട, ഇവിടുത്തെ ആളുകളെല്ലാം സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ. ഒന്ന്. രണ്ടാമത് ഇവിടെ ഫ്ലോട്ടിംഗ് പീപ്പിളാണ്. വന്നു പോകുന്ന അതിഥികൾ, വിനോദസഞ്ചാരികൾ, വന്നു പോകുന്നവർ ഉണ്ടാക്കുന്ന മാലിന്യങ്ങൾ. അപ്പൊ നമുക്ക് ഒരിക്കലും ഇപ്പൊ ഈ കഴിഞ്ഞ ക്രിസ്മസ് അവധിയിൽ പ്രവചനത്തിന് അതീതമായിട്ടുള്ള മാലിന്യ കൂമ്പാരം വന്നു. ഒരു ദിവസം ടണ്ണ് കണക്കിലുള്ള മാലിന്യം പെട്ടെന്ന് കൂടിപ്പോവുക. ഇപ്പൊ ഇന്ന് കുറവായിരിക്കും, ഗസ്റ്റുകൾ കുറവാണെങ്കിൽ കുറയും. അപ്പോൾ ഇത് മറ്റ് പഞ്ചായത്തുകൾക്കില്ല. ഇപ്പൊ നിങ്ങൾ ഇടുക്കിയിൽ തന്നെ ഉൾനാടൻ പഞ്ചായത്തുകളിലാണെങ്കിൽ അവിടെ 5000-6000 ജനസംഖ്യയുള്ള ഒരു പഞ്ചായത്തിൽ മാലിന്യം എന്ന് പറയുന്നത് ആ ഒരു ദിവസം ഒരു 1000 കിലോ അല്ലെങ്കിൽ 2000 കിലോ വരും. അതുപോലെ തന്നെ അവർക്ക് സ്വന്തമായി കൃഷിസ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിന്റെ ഫുഡ് വേസ്റ്റ്, ആഹാര വസ്തുക്കളുടെ മാലിന്യം അവർക്ക് അവരുടെ പട്ടിക സ്ഥലത്ത് തന്നെ സംസ്കരിക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷെ മൂന്നാറിൽ ഇതില്ല. എന്റെ മാലിന്യം സംസ്കരിക്കണം എന്റെ ഉത്തരവാദിത്തം. പക്ഷെ ഇവിടെ എല്ലാം പഞ്ചായത്തിന്റെ തലയിൽ തന്നെയാണ് വരുന്നത്. നമുക്ക് കല്ലാറിൽ പ്ലാന്റ് ഉണ്ട്. ആ പ്ലാന്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇപ്പം ശാസ്ത്രീയമായി സംസ്കരിക്കേണ്ട മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് ഈ കോളനി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലുള്ള വാർഡുകളിലുള്ള ഇപ്പോഴും പഞ്ചായത്തിൽ അന്നന്ന് മാലിന്യം ഞങ്ങളുടെ ഭക്ഷണ വേസ്റ്റുകളൊക്കെ തീർച്ചയായിട്ടും കൊണ്ടുപോയിട്ട് വളമുണ്ടാക്കുന്നുണ്ട്. നാട്ടിലെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്ന നമ്മുടെ പൊതുജനങ്ങൾക്കും ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് വേണം. ഈ മാലിന്യം കൊണ്ട് തോട്ടിക്കളയുക, അല്ലെങ്കിൽ റിസോർട്ടിലെ മാലിന്യം കൊണ്ട് വേറെ സ്ഥലത്ത് കളയുക. അതുപോലെ തന്നെ പലരും പണ്ടൊക്കെ ഒരു പ്രശ്നമായിരുന്നു പൈപ്പ് മുഴുവനും ഇപ്പോഴും ഉണ്ടാകാം. അതുപോലെ തന്നെ മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് വേസ്റ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ തട്ടിയിട്ട് പോവാ രാത്രി കാലങ്ങളിൽ. ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് നയമക്കാട് നമ്മൾ മാധ്യമത്തിൽ ആശുപത്രി വേസ്റ്റ് കോട്ടയത്തിൽ നിന്ന് ലോറിയിൽ കയറ്റി കൊണ്ടുപോയി തട്ടിയിട്ട് പോയി രാത്രിയിൽ. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ല സ്കോഡുകൾ ഉണ്ടാക്കിക്കൊണ്ട് കുറ്റമറ്റ നിലയിൽ പരാതിക്ക്, അതായത് ഏറ്റവും കൂടുതൽ പരാതികൾ വരാൻ വരുന്ന ഒരു മേഖലയാണ് ഈ മാലിന്യ സംസ്കരണം. അത് മൂന്നാറിൽ ഞങ്ങൾ പഞ്ചായത്തും അതിനെ അഭിമുഖീകരിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതെല്ലാം തീർത്തുകൊണ്ട് ഒരു കുറ്റമറ്റ നിലയിലുള്ള മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള നടപടിയുമായിട്ട് ഇവിടുത്തെ ആരോഗ്യ മേഖലയുടെ സംരക്ഷണം എങ്ങനെയാണ് നമുക്ക് ഉറപ്പാക്കാൻ കഴിയുക? ഇപ്പോൾ തന്നെ നമുക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ ഹോമിയോ ഉണ്ട്, സബ് സെൻ്ററുകളുണ്ട്, PHC ഉണ്ട്. ഇതെല്ലാം പഞ്ചായത്തിന് ആവശ്യമായ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ആവശ്യമായ മരുന്നുകളുണ്ട്. പക്ഷേ പകർച്ചവ്യാധികൾ, ഒരു മഴക്കാലത്തുള്ള ശുചീകരണ പരിപാടികൾ, പകർച്ചവ്യാധികൾ തടയുന്നത്, ഇതിനെല്ലാം സർക്കാരിൻ്റെ ഒരു ഇടപെടൽ നമുക്ക് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ സർക്കാരിനോട് സമീപിക്കാൻ ഉദ്ദേശിച്ചത് മൂന്നാറിലെ തൊഴിലാളികൾക്ക് ഈ ടാറ്റയുടെ ആശുപത്രി അല്ലാതെ വേറൊരു ആശ്രയ കേന്ദ്രങ്ങൾ ഇപ്പോഴില്ല. ഇവിടെ ഒരു CHC നമുക്ക് ദേവികുളത്ത് ഉണ്ടെങ്കിൽ പോലും മതിയായ ഡോക്ടർമാരോ മതിയായ കിടക്കുകളോ അല്ലെങ്കിൽ കിടത്തി ചികിത്സയോ ഇല്ലാത്ത ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റും കൂടെ പഞ്ചായത്തിനോട് സഹകരിച്ചുകൊണ്ട് നല്ല നിലയിലുള്ള, ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷത്തിന് മുമ്പ് ബഡ്ജറ്റിലൊക്കെ ഒരു മൾട്ടി ലെവൽ ആശുപത്രിയെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അത് എന്തായെന്നുള്ളത് നമുക്കറിയാം. സ്ഥലം കണ്ടെത്തി പഴയ 5 വർഷത്തിന് മുമ്പ് പഴയ ബഡ്ജറ്റിൽ വന്ന സാധനമാണ്. അത് ഇപ്പോഴും അത് എവിടെയാണ് സർക്കാർ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണുള്ളത്. മൂന്നാറിൽ പാർക്കിംഗ് സംവിധാനവും അതുപോലെ തന്നെ നമ്മുടെ മൂന്നാർ ടൗണെ ഒന്ന് മോടി പിടിപ്പിക്കുക, ഒരു അത്യാവശ്യം വിനോദസഞ്ചാരികൾക്ക് വന്നു പോകാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക. ഇപ്പോൾ തന്നെ നമ്മൾ വാട്ടർ ATM ഈ 2 ആഴ്ചക്കുള്ളിൽ ഫിക്സ് ചെയ്യാം. 5 രൂപ ഇട്ട് കഴിഞ്ഞാൽ 1 ലിറ്റർ വെള്ളം കിട്ടും. എസ്റ്റേറ്റുകളിലുള്ള ഗ്രൗണ്ടുകളൊക്കെ കളിസ്ഥലങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളത് കുറിച്ച് ആലോചിക്കും. സമസ്ത മേഖലയിലും സ്ത്രീകൾക്കുള്ളത്, അംഗൻവാടി
ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ എല്ലാം പഠിച്ചു വരുന്നു. എല്ലാം പഠിച്ച് ഏതായാലും ഞങ്ങളെ മാർക്കിടാൻ ഒരു 100 ദിവസം കൂടി കാത്തിരിക്കുക. 100 ദിവസം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എന്തെങ്കിലും ഒരു മാറ്റം നമ്മൾ കൊടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്നത് ലവ് മൂന്നാർ ആണ്. ഈ ഇവിടെ പുറമേ നിന്നുള്ള ആളുകൾ ആണ് മൂന്നാറിലേക്ക് കൂടുതലും ഉള്ളത്. ഇവിടെ ടൂറിസം രംഗത്തും അതോടൊപ്പമൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം പുറമേ നിന്നുള്ള ആളുകളാണ്. പുറമേ നിന്ന് വന്ന് സ്ഥലം വാങ്ങി കെട്ടിടങ്ങൾ നിർമ്മിച്ച് റിസോർട്ടുകൾ നിർമ്മിച്ചുള്ള ഹോട്ടലുകൾ നിർമ്മിച്ച് അങ്ങനെ വരുന്ന ആളുകളാണ്. പക്ഷേ ഇവിടെയുള്ള ആളുകൾ പറയുന്നത് മൂന്നാറിനെ സ്നേഹിക്കുന്നവർ വളരെ കുറവാണെന്നാണ്. മൂന്നാറിനെ സ്നേഹിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങൾക്ക് ഇതാ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മൂന്നാറിലെ വികസനം അദ്ദേഹം പറഞ്ഞ പോലെ നമുക്ക് കാത്തിരിക്കാം 5 വർഷം. ഈ 5 വർഷത്തിനകം മൂന്നാറിൻ്റെ ഒരു പ്രകടമായ മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ്. മൂന്നാറിൻ്റെ വികസനത്തിലും മൂന്നാറിൻ്റെ സമസ്ത മേഖലയിലും മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് വിജയകുമാർ പറയുന്നത്. നിലപാടിൽ ഇത്രയും സമയം നമ്മളോട് സഹകരിച്ച് വളരെ ഓക്കെ.